സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമ്മളെപ്പോഴും ഓവർലുക്ക്ഡ് ആയി പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? ലേണിംഗ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ഇൻ ഇംഗ്ലീഷ് പ്രോപ്പർലി. Many learners give more focus on giving answers, building vocabulary, and also forming long sentences. But in real conversations, learning to ask questions is just as important to show interest, to keep the conversation flowing, and it also makes the communication two-way instead of one-sided. അപ്പോൾ ഗ്രാമറിലും വൊക്കാബുലറിയിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ കൂടി ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദേ മേ സ്ട്രഗിൾ എ ബിറ്റ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വി ഹാവ് ഇൻ ഇംഗ്ലീഷ്. സോ മൈ നെയിം ഇസ് ജസ്ലിൻ ജോസ് ആൻഡ് ഐ എം വൺ ഓഫ് ദ ഫാക്കൽറ്റീസ് അറ്റ് സൈൻസ് ലാംഗ്വേജസ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ റൈറ്റ് അവേ. സോ യെസ്, ആദ്യം തന്നെ നമുക്ക് WH ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, അതിൽ പേരിൽ തന്നെ ഉണ്ട് WH ക്വസ്റ്റ്യൻസ്. സോ സിൻസ് ഓൾ ഓഫ് ദി ക്വസ്റ്റ്യൻസ് ബിഗിൻ വിത്ത് WH വേർഡ്സ്, അതുകൊണ്ടാണ് ഈ WH ക്വസ്റ്റ്യൻസ് എന്ന് നമ്മൾ അതിനെ വിളിക്കുന്നത്. സ്റ്റാർട്ട്സ് വിത്ത് WH വേർഡ്സ് ലൈക്ക് ഹൂ, വാട്ട്, വെൻ, വെയർ, വൈ, വിച്ച് ആൻഡ് ഹൗ. ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ, വെയർ ഡു യു ലീവ്, ഹൂ ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോൾ ഈ കൈൻഡ് ഓഫ് സെൻറ്റൻസ് ഒക്കെ മേക്ക് ചെയ്യുന്നതിനൊരു ഫോം ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. നമ്മളതൊക്കെ വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് മാത്രം നോക്കാം. സോ ഇതാണ് WH ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അടുത്ത വരുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആർ ദോസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ടു വിച്ച് ദ എക്സ്പെക്റ്റഡ് ആൻസർ ഈസ് യെസ് ഓർ നോ. അവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എപ്പോഴും ഓക്സിലറി വേർബ്സിലായിരിക്കും തുടങ്ങുക. WH വേർഡ്സ് എപ്പോഴും WH വേർഡ്സിൽ തുടങ്ങുന്ന പോലെ, ക്വസ്റ്റ്യൻസ് എപ്പോഴും WH വേർഡ്സിൽ തുടങ്ങുന്ന പോലെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഓക്സിലറി വേർബ്സിലായിരിക്കും തുടങ്ങുക. ഡു യു ലൈക്ക് ഐസ്ക്രീം? അപ്പോൾ ആ ഒരു ചോദ്യം നിങ്ങളടുത്ത് ചോദിച്ചാൽ നിങ്ങൾ എന്തേ പറയുള്ളൂ? ഒന്നെങ്കിൽ യെസ്, ഇഷ്ടമാണെങ്കിൽ യെസ് പറയും, ഇഷ്ടമല്ലെങ്കിൽ നോ പറയും. സോ അത് മാത്രം മതി നമ്മുടെ ആൻസറിൽ. ഓക്കെ, ഈസ് ഷീ യുവർ ടീച്ചർ? യെസ് ഓർ നോ. ഓക്കെ, സോ ദാറ്റ് ഈസ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. Next, let's see alternative questions. Alternative questions are questions that leave a listener with two possible replies. ആ രണ്ട് റിപ്ലൈസും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കിക്കേ, നമുക്ക് ചോയ്സ് തരും അല്ലേ? യു 2 or more choices. ഫോർ എക്സാമ്പിൾ, ഡു യു വോണ്ട് ടീ ഓർ കോഫി? അവിടെ നമുക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് ടീ ആണോ വേണ്ടത്, കോഫി ആണോ? അതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്ത് നമുക്കൊരു റിപ്ലൈ കൊടുക്കാം. ലെറ്റ്സ് സീ ദ നെക്സ്റ്റ് എക്സാമ്പിൾ. വിൽ യു ഗോ ബൈ ബസ് ഓർ ട്രെയിൻ? ബസ്സാണോ ട്രെയിൻ ആണോ പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ നമുക്ക് either ബസ് അല്ലെങ്കിൽ ട്രെയിൻ എന്നുള്ള രീതിയിൽ ആൻസർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്തത് ടാഗ് ക്വസ്റ്റ്യൻസ്. അത്ര ചിലപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കില്ല, അല്ലെങ്കിൽ പഠിച്ച് വരുമ്പോഴത്തേക്ക് മാത്രമേ ഈ ടാഗ് ക്വസ്റ്റ്യൻസ് ഉള്ളൊരു വാക്ക് പോലും കേൾക്കാറുള്ളൂ. ഒന്നുമില്ല, സിമ്പിളാണ്. ആക്ച്വലി ടാഗ് ക്വസ്റ്റ്യൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ആസ്ക് ഫോർ കൺഫർമേഷൻ. നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കില്ലേ മലയാളത്തിൽ? നമ്മൾ നീ പോവാണ് അല്ലേ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന പോലെ ഇംഗ്ലീഷിലുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിങ് ആണ് ടാഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകും ആദ്യം. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എൻഡിലായിരിക്കും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാകുക. ആ ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടാണ്. അതിലൊരു ഓക്സിലറി വേർബും ഒരു പ്രോനൗണും മാത്രമേ കാണുള്ളൂ. ആ സ്റ്റേറ്റ്മെൻറ്റ് പ്ലസ് a short question at the end ആയിരിക്കും ഒരു ടാഗ് ക്വസ്റ്റ്യനിൻ്റെ കംപ്ലീറ്റ് ഫോം. See the example. You are happy, aren't you? She can't sing, can she? കണ്ടോ? ആ ലാസ്റ്റത്തെ ഈ ഒരു ഭാഗം നോക്കിക്കേ, aren't you, can she. അപ്പോൾ ഒരു ഓക്സിലറി വേർബും ഉണ്ട്, ദെൻ പ്രോനൗണും കൂടെ ചേർന്നാണ് നമ്മൾ ടാഗ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്ത് കംപ്ലീറ്റ് ആക്കുന്നത്. നമുക്ക് പഠിക്കാം, ഈ വരുന്ന ക്ലാസ്സിൽ എങ്ങനെ ടാഗ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതൊക്കെ നമുക്ക് പഠിക്കാം. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കിയാലോ? ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻസ്. ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെയാണ്, ബട്ട് ഇൻ ദ ഫോം ഓഫ് എ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പോലെ ആയിരിക്കും, പക്ഷേ നമ്മൾ ആ ഇൻറ്റൊണേഷനിലും നമ്മൾ സംസാരിക്കുന്ന ടോണിലും ഒക്കെയാണ് അത് ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ യു ആർ കമ്മിങ് വിത്ത് അസ്. ഇപ്പോൾ ഞാനതൊരു ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിക്കുകയാണെങ്കിൽ യു ആർ കമ്മിങ് വിത്ത് അസ്, ഇങ്ങനെ ഒരു ഫോമിൽ ചോദിക്കുകയാണെങ്കിൽ ഒരു റൈസിങ് ഇൻറ്റൊണേഷൻ ആയിരിക്കും എപ്പോഴും ഡിക്ലറേറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്. അപ്പോൾ യു ആർ കമ്മിങ് വിത്ത് അസ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളുടെ ആക്ഷൻസിൽ നിന്ന് നമ്മളുടെ ടോണിൽ നിന്നും ഇൻറ്റൊണേഷനും ഒക്കെയാണ് അതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഷീ ഫിനിഷ്ഡ് ഓൾറെഡി എന്ന് ചോദിക്കുകയാണെങ്കിൽ യെസ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബട്ട് ആസ്ക്ഡ് ഇൻ ദ ഫോം ഓഫ് എ ക്വസ്റ്റ്യൻ. സോ ദാറ്റ് ഈസ് ഡിക്ലറേറ്റീവ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് വൺ ഈസ് എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യൻസ്. എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഫങ്ഷൻസ് ആസ് എ എക്സ്ക്ലമേഷൻ അല്ലേ? ഒരു സർപ്രൈസിങ് എലമെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇമോഷനോ ഒക്കെ നമ്മൾ പറയുന്ന എക്സ്പ്രസ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ
you can use exclamatory questions. How could you do this? Wasn't it a wonderful experience? അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്ക്ലമേറ്ററി ക്വസ്റ്റ്യൻസിന് എക്സാമ്പിളാണ്. അടുത്തത് റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ്. റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിനെന്താ പറയുക, ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഫിലിമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ നമ്മുടെ ഈ സ്മോക്കിങ്ങിൻ്റെയും അതുപോലെ ഡ്രിങ്കിങ് ഹാബിറ്റ്സിൻ്റെയൊക്കെ ആ ഒരു ആഡ് കാണിക്കുമല്ലോ ഗവൺമെൻറ്റിൻ്റെ വക. അപ്പോൾ അവിടെ ആദ്യം തുടങ്ങുന്ന ചോദ്യം എന്ന് പറയുന്നത് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്, ആ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതൊരു ക്വസ്റ്റ്യനാണ് അല്ലേ, മലയാളത്തിൽ അതൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ ആ ക്വസ്റ്റ്യനിൽ അവരൊരു മറുപടി നമ്മൾ കേൾക്കുന്ന നമ്മുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതെന്തിനു വേണ്ടിയിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അവർ എന്ത് കാര്യത്തിലാണ് അവർ സംസാരിക്കാൻ പോകുന്നത് അതിനൊരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ്. സോ റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് ആർ എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ദറ്റ് ആസ്ക്ഡ് ഫോർ എഫക്റ്റ്, നോട്ട് പെർട്ടിക്കുലർലി ഫോർ എൻ ആൻസർ. ബാക്കി എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ റെറ്ററിക്കൽ ക്വസ്റ്റ്യൻസ് നമ്മളൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല. ഇവിടെ നോക്കിയേ, ഹൂ ഡസൻറ്റ് വോണ്ട് സക്സസ്, ഇസൻറ്റ് ലൈഫ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് അതൊരു എഫക്റ്റിന് വേണ്ടി മാത്രം, നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമ്മളിങ്ങനെ ചോദിച്ചു വെക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഫൈനലി we have indirect questions. Indirect questions എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്. ആൻഡ് എസ്പെഷ്യലി ഇത് നമുക്ക് ഒരു പൊളൈറ്റ് ആൻഡ് ഫോർമൽ വേ ഓഫ് ആസ്കിങ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കണം പറയണം എന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഡയറക്റ്റ് വേ ഓഫ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനിങ് നമുക്ക് അഡാപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നോക്കിയേ, കുഡ് യു ടെൽ മീ വേർ ഷീ ലീവ്സ്. അപ്പോൾ എനിക്ക് വെറുതെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിങ് ആണെങ്കിൽ വേർ ഷീ ലീവ്സ് എന്നുള്ളത് ചോദിക്കാം. പക്ഷേ കുറച്ചുകൂടെ പൊളൈറ്റായിട്ട് ഫോർമലായിട്ട് ചോദിക്കണം എന്നുണ്ടെങ്കിൽ കുഡ് യു ടെൽ മീ വേർ ഷീ ലീവ്സ്. ആൻഡ് see, do you know what time it is? What time it is എന്ന് ചോദിക്കാം. എങ്ങനെയും അല്ലാണ്ട് നമുക്ക് പൊളൈറ്റായിട്ട് എങ്ങനെയും ചോദിക്കാം, do you know what time it is. സോ ഇതാണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത്രയാണ് അങ്ങനെ നമുക്ക് ടോട്ടൽ 8 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇംഗ്ലീഷിൽ. അപ്പോൾ അതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോ ക്ലാസ്സിൽ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകതയും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വിധവും ആൻഡ് ഓൾസോ ടെൻസസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇതുപോലെ കൂടുതൽ കാര്യങ്ങൾ ഇനി അറിയാനും പഠിക്കാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്കറിയാം നമ്മുടെ സൈലൻറ്റ് ലാംഗ്വേജിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സസ് നടക്കുന്നുണ്ട്. അപ്പോൾ കോഴ്സസിനെ പറ്റി ഞാനിപ്പോൾ ഒരു ചെറിയൊരു ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് 1 month, 2 months, 3 months ഡ്യൂറേഷനിലാണ് ക്ലാസ്സസ് പോകുന്നത്. അതിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമുക്ക് ക്ലാസ്സസ് പോകുന്നുണ്ട്. ഓൺലൈൻ നോക്കുകയാണെങ്കിൽ ഫോർ 1 month ഇറ്റ് ഇസ് 4,999. 2 months കോഴ്സസ് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് 11,999. അപ്പോൾ 3 months ആണെങ്കിൽ ഇറ്റ്സ് 17,999. ഓഫ്ലൈൻ ക്ലാസ്സസ് ആണെങ്കിൽ 7,999 ആകും 1 monthലേക്ക്. 2 months ഇറ്റ് ഇസ് 13,999. ആൻഡ് 3 months സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആണെങ്കിൽ ഇറ്റ്സ് 19,999. അപ്പോൾ ഫീസ് സ്ട്രക്ചറൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് പഠിക്കാൻ ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ കാണിച്ചിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ കൊടുക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമല്ല നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, നമ്മൾ സ്കിൽസ് കൂടെയാണ്. റീഡിങ്, റൈറ്റിംഗ്, ലിസണിങ് സ്കിൽസ് എല്ലാം കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു കരിക്കുലമാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒട്ടും കാര്യമായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ച് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആവുന്നതാണ് എല്ലാ രീതിയിലും. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഐ ഹോപ്പ് യു ഹാവ് ഗോട്ട് എ ക്ലിയർ ഐഡിയ അബൌട്ട് ദ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.